കാര്യം ഇതൊക്കെ നടാനോ സെറ്റ് ചെയ്യാനോ ഇതിലേക്ക് ചെലവാക്കാനോ ഈ ആശാനെ കിട്ടാറില്ലെങ്കിലും കൃത്യമായ വിളവെടുത്ത് വീട്ടിലെത്തിക്കാൻ ആള് മിടുക്കനാണ്. അതിപ്പോ വിത്തിനിട്ടതാണെങ്കിൽ പോലും കൃത്യമായിട്ട് മുറിച്ചുകൊണ്ട് പോരും. അങ്ങനെ ഒരു പ്രഭാത വിളവെടുപ്പ് കഴിഞ്ഞ് വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. താല്പര്യം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, പക്ഷെ പുറത്തിറങ്ങിയാൽ ആളെ മിക്കപ്പോഴും കൊതുകും കുഞ്ഞു ഇൻസെക്ട്സും എല്ലാം ആക്രമിക്കും. പിന്നീട് അത് അലർജിയായി മാറും. ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് വലിയ ശ്രദ്ധ കൊടുക്കാതിരിക്കുന്നത്. എങ്കിൽ പോലും ദേ ഇതുപോലെ എൻ്റെ കണ്ണിൽ പെടാതെ കിടക്കുന്ന പലതും ആള് എടുത്തോണ്ട് വരും കേട്ടോ. കഴിഞ്ഞ ദിവസം സൂയിസൈഡ് ചെയ്ത മത്തൻ എടുത്തോണ്ട് വന്നതുപോലെ എനിക്ക് ധാരാളം തണ്ണിമത്തങ്ങ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലുതും ഏറ്റവും ചെറുതുമാണ് ഈ കാണുന്നത്. അത് രണ്ടും ഞങ്ങൾ ഇന്ന് എടുത്തു. എൻ്റെ പച്ചക്കറി തോട്ടത്തിലെ ജോയ്ക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് പാവയ്ക്കയും പയറും മാത്രമാണ്. പിന്നെ കൂർക്കയും. അത് ഞാൻ ആശാന് വേണ്ടി ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി ഒരു സാധനവും വെജിറ്റബിളിൽ പെട്ടതാണെന്ന് അംഗീകരിക്കാൻ തന്നെ ആൾക്ക് പാടാണ്. കോവയ്ക്കൊന്നും യാതൊരു ടേസ്റ്റും ഇല്ലെന്നാണ് ആശാൻ പറയാറ്. അത് വിളവെടുക്കുമ്പോൾ കണ്ടോ, മുഖം ഇരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവും വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന്. കാര്യം എന്തൊക്കെയാണെങ്കിലും നിശബ്ദമായി ജോയ് എനിക്ക് നൽകുന്ന സപ്പോർട്ടാണ് ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാനും ഉണ്ടാക്കാനും അതിൽ സന്തോഷിക്കാനും ഒക്കെ എന്നെ പ്രാപ്തയാക്കുന്നത്. വലിയ അപ്രിസിയേഷനോ ഒന്നും ആളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഒരു ചിരി ഉണ്ട് ആ മുഖത്ത്. അത് കാണുമ്പോൾ എനിക്കറിയാം ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് ആ ചിരിയെന്ന്. പ്രത്യേകിച്ച് പാവയ്ക്ക, ഇത് ആളുടെ ഒരു വീക്ക്നെസ് ആണ്. അത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. എൻ്റെ പാഷൻ ഇങ്ങനത്തെ പച്ചക്കറി തോട്ടവും മോഡലിങ്ങും മറ്റും ആണെങ്കിൽ ജോയുടെ പാഷൻ വരയ്ക്കുന്നതും ഡിസൈൻ ചെയ്യുന്നതും മറ്റു പല കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഇൻഡോർ ഡിസൈനിങ്, ഔട്ട്സൈഡ് ലാൻഡ്സ്കേപ്പിംഗ് ഇതൊക്കെ ഞാൻ ജോയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതിൽ ഞാൻ കൈകടത്താറേ ഇല്ല. അതുപോലെ തന്നെ എൻ്റെ ഇത്തരം കാര്യങ്ങളിലും ജോയും യാതൊരു തരത്തിലും കൈകടത്താറില്ല. അപ്പോൾ രണ്ടുപേർക്ക് രണ്ടുപേരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഇഷ്ടങ്ങൾ അനുസരിച്ച് ചെയ്യാനും പറ്റാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരേ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്നും അല്ല. വ്യത്യസ്ത ഇൻട്രസ്റ്റുകളാണെങ്കിലും പരസ്പരം ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റുകളെ റെസ്പെക്ട് ചെയ്യുന്നു എന്നതാണ്. ഇത് കണ്ടോ, ഇതിൽ പോലും ഞങ്ങൾ അടി ഉണ്ടാക്കാറുണ്ട്. കൈകൊണ്ട് പൊട്ടിച്ചെടുക്കേണ്ട സാധനമാണ് ഓരോന്നായിട്ട് ഇരുന്ന് അരിയുന്നത്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പടവലങ്ങ. ഇതൊക്കെ എന്തിനാണ് ഒരു വെജിറ്റബിൾ ആയിട്ട് ഇരിക്കുന്നതെന്നാണ് ജോയുടെ ചോദ്യം. കാരണം ജോയ്ക്ക് അത് ഇഷ്ടമല്ല. എങ്കിലും ഇതെല്ലാം കൃത്യമായി മുറിച്ചെടുത്ത് കളയാതെ വീട്ടിൽ കൊണ്ടുവയ്ക്കും കേട്ടോ. ചെറിയൊരു ആരോഗ്യ പ്രശ്നവുമായി പുറത്തോടെ ഒന്ന് ഇറങ്ങി നടക്കാൻ പറ്റാതെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് ആശാൻ ഇങ്ങനെ നടന്ന് ഇതെല്ലാം വിളവെടുത്ത് കൊണ്ടുവരുന്ന കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം കുറച്ച് ദിവസമായിട്ട് എനിക്ക് പുറത്തിറങ്ങിയതൊന്നും നോക്കാൻ പറ്റാത്തതിൽ എന്തായിരിക്കും അവസ്ഥ എന്നുണ്ടായിരുന്നു. പക്ഷേ ആളെല്ലാം നല്ല ഭംഗിയായിട്ട് മുറിച്ചെടുത്ത് കൊണ്ടുവന്ന് നല്ല കൃത്യമായി എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ പറഞ്ഞില്ലേലും നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടെയുള്ളത് തന്നെയാണല്ലോ ഏറ്റവും വലിയ ഭാഗ്യം.